പത്രപ്രവർത്തക യൂണിയന് അതിന്റെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ സധൈര്യം മുട്ട് മടക്കാതെ പത്ര മാനേജ്മെന്റുകളുടെ മുതലാളിമാരുടെ അന്ത്യ ശാസനങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു ശ്രീ ജയശങ്കർ. യൂണിയൻ ഏതാണ്ട് 6 വർഷക്കാലത്തോളം അദ്ദേഹം അതിന്റെ നേതൃപദവിയിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ അദ്ദേഹവുമായി ഇടപഴകിയവരെല്ലാം തന്നെ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ജയേട്ടനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അദ്ദേഹവുമായി ഇടപെട്ട സർവരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ സൗമ്യമായ ഇടപെടലുകളെ കുറിച്ചും സമര വീര്യത്തെക്കുറിച്ചും ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അറിയുന്നവരാണ്, വാചാലരാകുന്നവരാണ്. ദീർഘകാലം നിങ്ങളുടെ സഹപ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ജയശങ്കറിന്റെ അനുസ്മരണവും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പുതിയ ഡയറി പ്രകാശനവും അതുപോലെ തന്നെ പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ ആക്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന നയത്തിനെതിരായിട്ടുള്ള ഭീമഹർജി സമർപ്പണവുമാണ് എന്നിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദീർഘകാലം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീ ജയശങ്കറെ അനുസ്മരിക്കുമ്പോൾ അത് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു താരതമ്യം കൂടിയാണ്. നമ്മളിപ്പോൾ ഏത് ഫീൽഡിലുള്ള ഒരാളെ അനുസ്മരിക്കുമ്പോഴും ആ കാലഘട്ടത്തിൻ്റെ ഒരു അനുസ്മരണം കൂടിയാണ് ആ അനുസ്മരണ ചടങ്ങുകൾ എന്ന് പറയും. ഇപ്പോൾ മരണപ്പെട്ട വ്യക്തിയെ അനുസ്മരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ അനുസ്മരണം. ശ്രീ ജയശങ്കർ വളരെ സംഘടനയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതിനെതിരായി പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അതിൻ്റെയൊക്കെ ഒരു പരിണതഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അടിക്കടി ട്രാൻസ്ഫറുകൾ ഉണ്ടായി. യോഗ്യതയുള്ള അദ്ദേഹത്തിന്റെ പ്രമോഷൻ ലഭിച്ചില്ല. പക്ഷെ അപ്പോൾ പോലും തൻ്റെ ആശയത്തിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ ഇപ്പോൾ ഓർക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തന്നെ വലിയ വെല്ലുവിളി നേടുന്ന ഒരു കാലഘട്ടം. ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾ നൽകുന്ന ഭീമഹർജി, നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ അതിന് വരെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള പുതിയ ആക്ട് ഒക്കെ വരുമ്പോൾ അതിനെതിരായിട്ടൊക്കെ ശക്തമായി തൂലിക ചലിപ്പിക്കേണ്ട മാധ്യമ പ്രവർത്തകർക്ക് അതിന് ഉത്തേജനം നൽകിയത് ശ്രീ ജയശങ്കറിനെ പോലുള്ള വ്യക്തികളാണ്. നമുക്കറിയാം, ഇപ്പൊ ഒരുപാട് കാലം മാറിയപ്പോ മാധ്യമ രംഗത്ത് ഒരുപാട് മാറ്റം വന്നു. മുമ്പ് പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് വിഷ്വൽ മീഡിയ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ഈ രംഗം വളരെയധികം വികസിച്ചു. പക്ഷെ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നത് 1967 ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ പിതാവിനോടൊപ്പം തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ അന്ന് MLA ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ 4-5 അന്നത്തെ പ്രധാനപ്പെട്ട പത്രക്കാരൊക്കെ ഇടയ്ക്ക് വന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ് ന്യൂസാണ്, സ്റ്റേറ്റ് എന്നല്ല നാഷണൽ ന്യൂസും വരും. ഇപ്പൊ ഇന്ന് കാലം മാറിയപ്പോ ഒരു പൊതുയോഗത്തിൽ നമ്മൾ പ്രസംഗിച്ചാൽ ആ വാർത്ത നമ്മൾ വായിക്കണമെങ്കിൽ അന്ന് അവിടെ താമസിച്ച് പിറ്റേന്നത്തെ പത്രം കൂടെ വായിച്ചിട്ടേ പോകാൻ പറ്റൂ. കാരണം ജംഗ്ഷൻ മാറിക്കഴിഞ്ഞാൽ വാർത്തയുടെ സ്വഭാവം മാറി. അപ്പൊ ഇവിടെ ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് നമ്മൾ വായിക്കുന്ന വാർത്തയല്ല കവടിയാറിലെത്തുമ്പോൾ. അത്രയും മാറ്റങ്ങളൊന്നും, വാർത്തകളുടെ ബാഹുല്യം. പക്ഷെ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് പറയുന്ന കണ്ടന്റ്സിന് വളരെ പ്രാധാന്യം നൽകിയൊരു കാലഘട്ടമുണ്ടായി. അതുപോലെ തന്നെ നിയമസഭ അവലോകനം. പണ്ട് ശ്രീ KR ചുമ്മാറിനെ പോലെ ഉള്ളവരുടെയൊക്കെ നിയമസഭ അവലോകനം വായിച്ചാൽ ആ നിയമസഭ കണ്ട പോലെ ഇരിക്കും. അദ്ദേഹം പറയുമ്പോൾ K. കരുണാകരനായിട്ട് വളരെ അടുത്ത
സുഹൃത്തായിരുന്നെങ്കിലും നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അല്പം മോശമാണെങ്കിൽ അത് മോശമാണ് എന്ന് തന്നെ എഴുതാനുള്ള ചങ്കൂറ്റം അന്ന് അദ്ദേഹം കാണിച്ചു. ഇന്നൊക്കെ ഇപ്പൊ നിയമസഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സബ്ജക്റ്റിലല്ലല്ലോ പ്രസംഗിക്കുക അധികം. പല അംഗങ്ങളും ഈ സബ്ജക്റ്റ് വിട്ടിട്ട് പ്രസംഗിക്കുക. പൊതുമരാമത്തിന്റെ ചർച്ചയാണ് നടക്കുന്നതെങ്കിൽ ത്രിപുര ഇലക്ഷനും ബംഗാൾ ഇലക്ഷനൊക്കെയാണ് ചർച്ചയിൽ വരിക. ഞാനൊരിക്കൽ നിയമസഭയിൽ ശ്രീ രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ ധനാഭ്യർത്ഥന ചർച്ചയിൽ പാർട്ടി എന്നെ നിയോഗിച്ചു. ചർച്ചയൊക്കെ കഴിഞ്ഞു. ഒരുപക്ഷെ ഞാൻ പ്രസംഗിച്ചതിൽ ഒരു വരി പോലും പത്രത്തിൽ വരാത്ത ഒരു പ്രസംഗം അന്നായി. കാരണം മന്ത്രി തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ പ്രസംഗത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങയുടെ പ്രസംഗമാണ്. കാരണം അങ്ങ് സബ്ജക്റ്റിന്റെ മതിലുകൾക്കുള്ളിൽ മാത്രം നിന്നു, അതിന് ഒരു ഇഞ്ച് പോലും പുറത്തേക്ക് പോയില്ല. പക്ഷെ അതിന് അത്ര ഇപ്പൊ വാർത്ത ഹോട്ട് ന്യൂസ് അല്ലാത്തതുകൊണ്ട് അത് വാർത്ത വന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എന്ത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു ശ്രീ ജയശങ്കർ. ഈ പത്രപ്രവർത്തക യൂണിയനെ തന്നെ തികച്ചും നിഷ്പക്ഷമായി അദ്ദേഹം മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. കാരണം ഒരു പത്രപ്രവർത്തകരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പത്രം ഉടമകളും അതില് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, മറ്റ് സാമൂഹിക പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷെ ഇതിൽ ജോലി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം അതൊരു പ്രധാന ഘടകം. കാരണം നിങ്ങൾ എഴുതുന്നതിന് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ അതിന് അംഗീകാരം നൽകിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ അവകാശത്തിനെയാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ജയശങ്കർ പറഞ്ഞത്, പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം ഒരു പ്രധാന ഘടകമാണ്. അതിനുവേണ്ടി അദ്ദേഹം ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചു. ശ്രീ ജയശങ്കറിനെ പോലുള്ളവർ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ പാതയിലൂടെ സധൈര്യം മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.